ഇന്ന് നമ്മൾ മുതലപ്പുഴയിലേക്കാണ് പോകുന്നത്. കാലങ്ങളായി പ്രതിഷേധങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മുതലപ്പുഴയിൽ വീണ്ടും പ്രതിസന്ധിയാണ്. ഡ്രഡ്ജിംഗ് മുടങ്ങിയതിൽ ഓപ്പറേറ്റർക്കും നടത്തിപ്പുകാരനുമെതിരെ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം. ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാൻ ഓപ്പറേറ്ററും നടത്തിപ്പുകാരനും വിമുഖത കാണിക്കുന്നു എന്നാണ് ആരോപണം. പോലീസ് ഇടപെടലിനെ തുടർന്ന് ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചു. പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. കാലാവസ്ഥ അനുകൂലമായപ്പോൾ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഡ്രഡ്ജിങ്ങിന്റെ കരാർ ഏറ്റെടുത്ത ജീവനക്കാരാണ്. ഒടുവിൽ പോലീസിനെ സമീപിക്കേണ്ടി വന്നു ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്. കഴിഞ്ഞ ആഴ്ചയിലെ ശക്തമായ മഴയെ തുടർന്ന് മുതലപ്പുഴയിൽ താൽക്കാലികമായി ഡ്രഡ്ജിംഗ് നിർത്തിവച്ചിരുന്നു. എന്നാൽ മഴ കുറഞ്ഞ ശേഷവും ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയത്. ഡ്രഡ്ജർ ഓപ്പറേറ്റർ മിഥുൻ, സൂപ്പർവൈസർ വിമൽ എന്നിവർക്കെതിരെയാണ് പരാതി. ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാൻ ഓപ്പറേറ്ററും നടത്തിപ്പുകാരും വിമുഖത കാണിക്കുന്നു. മഴ മാറിയിട്ടും ഓപ്പറേറ്റർ സഹകരിക്കുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു. മറ്റൊരു ഓപ്പറേറ്ററെ എത്തിച്ചെങ്കിലും സൂപ്പർവൈസർ അനുവദിച്ചില്ല എന്നും പരാതിയിലുണ്ട്. പരാതി ലഭിച്ചതോടെ കഠിനംകുളം പോലീസ് ഇടപെട്ടു. പിന്നാലെയാണ് ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാൻ കരാറുകാർ തയ്യാറായത്. ഡ്രഡ്ജിംഗ് ഓരോ ദിവസം വൈകുമ്പോഴും പ്രതിസന്ധിയിലാകുന്നത് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്. ഉടക്കിടുന്നവരും പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരും ഇക്കാര്യം കൂടി ഓർക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സുരക്ഷിതമായി എന്ന് വള്ളം ഇറക്കാനാകും, കടലിലേക്ക് പോകാനാകും, ഉപജീവനം നടത്താനാകുമെന്ന ചോദ്യം മുതലപ്പുഴക്കാർ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. അവരിങ്ങനെ പ്രതിഷേധിക്കുന്നത് ഗതികേട് കൊണ്ടാണ്.